തീരദേശത്തും പുലിഭീതി. പിലിക്കോടും പടന്നയിലും പുലിയെ കണ്ടതായി നാട്ടുകാർ. വനംവകുപ്പ് അധികൃതർ പിലിക്കോട്ടും പടന്നയിലും തെരച്ചിൽ നടത്തി. നിരീക്ഷണത്തിന് ക്യാമറകൾ സ്ഥാപിച്ചു. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് ഇപ്പോൾ കാസർഗോഡിലും. നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും 40% വരെ കിഴിവ്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, KSRTC കോംപ്ലക്സ്, KPR റാവ് റോഡ്, കാസർഗോഡ്. പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിലും പടന്നയിലുമാണ് നാട്ടുകാർ പുലിഭീതിയിലായിട്ടുള്ളത്. പിലിക്കോട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ കണ്ടതായി വനംവകുപ്പ് അധികൃതരെ അറിയിക്കുകയും ഭീമനടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ രാജുവിന്റെ നേതൃത്വത്തിൽ പടന്നയിലും പിലിക്കോട്ടുമെത്തി തിരച്ചിൽ നടത്തുകയും ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ പടന്നയിൽ മദ്രസയ്ക്കടുത്തുള്ള പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിൽ പുലിയോട് സാമ്യമുള്ള ജീവി ഓടിമറയുന്ന ദൃശ്യം പതിഞ്ഞതോടെയാണ് കാട്ടുതീ പോലെ പുലിയിറങ്ങിയെന്ന പ്രചാരണമുണ്ടായത്. രാവിലെ 9:30 പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ വെൽഫെയർ UP സ്കൂളിനടുത്ത് വയലിനോട് ചേർന്നുള്ള ഭാഗത്ത് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണൽ ബണ്ട് നിർമ്മിക്കുന്നതിനിടയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ കണ്ടതായി അറിയിച്ചത്. മണൽ ബണ്ടിനോട് ചേർന്ന് കിടന്നിരുന്ന പുലി തൊഴിലാളികളെ കണ്ടതോടെ തൊട്ടടുത്ത് കശുമാവിനിടയിലൂടെ കുറ്റിക്കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നുവെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു. ഇങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടത്, ആ ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. മുഖം സ്കൂൾ മറ്റൊരു കണ്ടു, എൻ്റെ വേർപ്പാട് ഞാൻ കണ്ടു. ആ ഭാഗത്തേക്ക് പോകുന്നത് രാവിലെ 9:15 പണി തുടങ്ങിയ ആ സമയത്താണ് കണ്ടത്. അപ്പം ഓടുന്നത് നമ്മൾ കണ്ടത്. ഇതോടെ വിവരം കാട്ടുതീ പോലെ പറന്നു. പടന്ന പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വനം വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടതോടെ ഭീമനടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ രാജുവിന്റെ നേതൃത്വത്തിൽ പടന്നയിലും പിലിക്കോട്ടുമെത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു. പുലിയുടെ കാൽപ്പാടുകളാണ് പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ കണ്ടതെന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നെ ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. ബാക്കിയുള്ള നടപടി ശേഷം നമ്മൾ അറിയിക്കണം. കാരണം പുലി സ്ഥലത്ത് ഇപ്പോൾ നിലവിലെ സ്ഥലത്ത് ഇവിടെ കാണുന്നില്ല. പോകാൻ സാധ്യതയുണ്ട്. രാത്രി സഞ്ചാരമാണ്. അതിൻ്റെ കെയർ നമ്മുടെ ഭാഗത്തുണ്ട്. ഇതോടെ വനം വകുപ്പിന്റെ റെസ്ക്യൂ ടീം 2 ഇടങ്ങളിലെയും കുറ്റിക്കാടുകളും പുൽപടർപ്പുകളിലും തിരച്ചിൽ നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും വനം വകുപ്പ് റവന്യൂ അധികൃതരും ഉൾപ്പെടെ ഇരു പ്രദേശങ്ങളിലും എത്തിയിരുന്നു. പുലിയാണോ അതോ മറ്റു വന്യജീവിയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് വനം വകുപ്പ് അധികൃതർ പിലിക്കോട്ടെ മാങ്കടവത്ത് കൊവ്വലിലെ 2 ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ കാസർഗോഡ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അഷ്റഫ് പിലിക്കോടും പടന്നയിലും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉറുമി റിപ്പോർട്ട്, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.